ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. നിങ്ങൾ കണ്ടോളൂ. വല്ലാത്തൊരു സ്പൈസസിന്റെ സ്മെല്ലോ. നല്ല ചൂടുണ്ട്. പോർക്കിന്റെ കാശ് മുപ്പിന് വാങ്ങിച്ചില്ല, മുപ്പിന് അഭിമാനിയാ. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. എങ്ങനെ തെറി പറയാതിരിക്കും? കൈയിരിക്കുന്ന പരിപാടികളെന്ന് വെച്ചാൽ 4 പേരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറ്റാൻ പറ്റാത്ത പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഹോട്ടലുകളെല്ലാം പൂട്ടിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു കൂർഗിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു നിങ്ങളെ ഇപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് കഴുത്തിന് പിടിച്ച് ഇറക്കിയ വ്യക്തി കേരളത്തിൽ ഹോട്ടൽ നടത്തി നിങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ ചെന്ന് റിവ്യൂ പറഞ്ഞ് പൂട്ടിയതിന് ശേഷം നിങ്ങളുടെ കണ്ണെത്താ ദൂരത്തോട്ടെന്നും പറഞ്ഞ് കൂർഗിലെങ്ങാണ്ട് പോയി ഒരു ഹോട്ടൽ തുടങ്ങിയതാണ്. അതുകൊണ്ടായിരിക്കും ഒരക്ഷരം പോലും പറയാതെ കാലി കിടക്കുന്ന ഷൂസിന്റെ വില പോലും ഇല്ലടാ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് നിന്ന് നിങ്ങളെ പിടിച്ച് ഇറക്കാൻ ഇടയുണ്ടായ സാഹചര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിടിച്ചിറക്കിയ ഹോട്ടൽ സ്റ്റോൺ ഹിൽസ് 1959 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യം നല്ല അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ഇതിനകത്ത്. ഗൂഗിൾ റിവ്യൂവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ഇരിക്കും നമ്മുടെ ചേട്ടൻ, അതായത് സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നിന്നും കഴിച്ച് റിവ്യൂ പറയുന്നതിന് പകരം കണ്ടവൻ്റെ ഹോട്ടലിലെല്ലാം പോയി പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം ഹോട്ടലിലാണെങ്കിൽ ചായ കുടിക്കുന്നതിനും ചായ ഗ്ലാസ്സിനും ഇടുന്ന പഞ്ചസാരയ്ക്കും ഉപ്പിനും വരെ കണക്ക് പറഞ്ഞ് പൈസ മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതേ കണക്കൊരു ഹോട്ടലിൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഈ ഹോട്ടൽ നടത്തുന്ന ആൾക്കാർക്ക് വ്യക്തമായിട്ട് അവരുടെ എഫേർട്ട് എന്തുവാണെന്ന് മിനിമം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. നമ്മൾ ഒരു പ്രൊമോഷനും പറയാതെ ഒരു കാര്യവും പറയാതെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ റിവ്യൂ പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അവർ അന്നേരത്തെ ഫുഡ് കൊണ്ടുവന്ന് ഇത്ര പേർക്ക് വെക്കുന്നു, അല്ലെങ്കിൽ ഇത്ര എഫേർട്ട് അതിനകത്ത് എടുക്കുന്നു, ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത് ചെയ്യുമ്പോഴത്തേക്കിന് വെരി നെക്സ്റ്റ് ഡേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് അതേ കണക്ക് അവർക്ക് കിട്ടണം, കൂട്ടത്തിന് ലാഭവും കിട്ടണം എന്നൊരു പ്രതീക്ഷയിലായിരിക്കുമല്ലോ ഹോട്ടൽ നടത്തുന്നത്. കാരണം ഹോട്ടൽ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ടൽ നടത്തുക എന്നുള്ളത് 24 അവർ പണിയായിരിക്കും. കാരണം ഇതിനായിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ പോകുന്നത് ഉൾപ്പെടെ, അതിൻ്റെ കട്ടിങ് ഉൾപ്പെടെ, വാഷിങ്, പാചകം ചെയ്യുന്നത്, അതിനുശേഷം ഇത് കഴുകി വെക്കുന്നത്, ഇത് സെർവ് ചെയ്യുന്നത്, പിന്നെ അതിനുശേഷം ആ സ്ഥലങ്ങളെല്ലാം ക്ലീൻ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ഈ ഒരു 8 hours ഡ്യൂട്ടി ചെയ്യുന്ന പോലുള്ള ഒരു കാര്യമോ അല്ലേ, അല്ലെങ്കിൽ വേറെ മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കണക്കോ ആയിരിക്കത്തില്ല. നല്ല രീതിയിൽ ഇതിൻ്റെ പുറകെ തന്നെ നടക്കണം. നടക്കുന്നവർക്കറിയാം, എന്തെങ്കിലും ഒരു കല്യാണമോ അടിയന്തരവോ മറ്റേതെങ്കിലും ഒരു ഫംഗ്ഷനോ കുടുംബപരമായിട്ട് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് പ്രോപ്പറായിട്ട് അതിൽ പങ്കെടുത്ത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ഹോട്ടൽ തുറക്കണം, ചായ കുടിക്കാൻ ആൾ വരും, കഴിക്കാൻ ആൾ വരും അല്ലേ. ആയിരിക്കുന്ന എഫേർട്ടിനെ മിനിമം മാനിച്ചുണ്ടെങ്കിലും നമുക്കൊരു പ്രൊമോഷൻ തരാത്തൊരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് ഇമാതിരി ചെറ്റവർത്താനം പറയേണ്ട ഒരു കാര്യമില്ലെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. എന്നാൽ എല്ലാവർക്കും അങ്ങനെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇരിക്കെ നമ്മുടെ മുറണാൾ ഇങ്ങനെ അണ്ണൻ്റെ പേരെങ്ങനെയാണ് പറഞ്ഞത്? മുറണാളെന്നല്ലേ പറയുന്നത്? മുറണാൾ ഇടയ്ക്കൊക്കെ കഴിക്കുമ്പോൾ കണ്ട് ഞാൻ വെച്ച് ചാടി വെളി വന്നു. അങ്ങനെയൊക്കെയാണ് അണ്ണൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഇരിക്കുക അണ്ണൻ കൂർഗി ചെന്ന് ഈ ഹോട്ടലിൽ കഴിക്കുന്നു, അവിടുന്ന് റിവ്യൂ പറയുന്നു. കന്നഡ പോലും മനസ്സിലാക്കാത്തവരെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫേസിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങളുടെ മുഖം എങ്ങനെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഹോട്ടലുകളിലും ലുക്കൗട്ട് നോട്ടീസ് കാണും നിങ്ങളുടെ പടം വെച്ചിട്ടുള്ള. യവൻ എവിടെ കാണാൻ വരുവാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയേക്കാനെന്ന്. അങ്ങനെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെ സ്വന്തം ബ്ലോഗിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുന്നതായാലും ആയാലും കഴുത്തിന് പിടിച്ചാലും ഷേക്ക് ഹാൻഡ് കൊടുത്താലും കൈ പിടിച്ച് വലിച്ചാലും അതെല്ലാം ഇതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പോൾ അണ്ണൻ്റെ വ്ളോഗ് എന്തുവാണെന്ന് നമുക്ക് കാണാം. നമസ്കാരം, ഞാൻ മൃണാൾ. 70 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഗൂഗിളിൽ നല്ല റേറ്റിംഗ് ഉള്ള ബ്യൂട്ടിഫുൾ കഫേ. ചുറ്റി നടന്ന് കാണാൻ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള സ്റ്റാഫ്. ഇവിടുന്ന് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ പുറത്താക്കപ്പെടും. നിങ്ങൾ കണ്ടോളൂ. എമ്മാതിരി മെനു അല്ലേ, സോളിഡ് വുഡ്. ആദ്യമേ തന്നെ ഹോട്ടലിലുള്ളവർക്ക് കാണുമ്പോഴത്തേനും ഒരു സന്തോഷം വരാനായിരിക്കും. 70 കൊല്ലം പഴക്കമുള്ള ഗൂഗിളിനകത്ത് അത്രയും നല്ല അടിപൊളി റിവ്യൂസ് അല്ല, നല്ല അടിപൊളിയായിട്ട് പെരുമാറുന്ന ഒരു ചേച്ചിയും നല്ല ചിരിച്ചുകൊണ്ട് നമ്മളെ സ്വീകരിക്കുന്ന ഒരു ചേട്ടന്. വാവ്, വാറ്റ് ബ്യൂട്ടിഫുൾ. ഇതിന് ശേഷമാണ് ഊമ്പിത്തരം വരുന്നത്. ഈ ഇരിക്കുന്ന 2 പേരും പോർക്ക് കഴിക്കില്ല. ഇവിടെയാണ് ബീഫ് ഇല്ലേനും ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് പ്രവേശിച്ചില്ല, പക്ഷെ ഇങ്ങനെ ഒരു പ്രവേശിച്ചിട്ട് ഞാൻ ഇതിനും പോയിട്ടില്ല. പോർക്കാണ് ആദ്യം വന്നത്. ഇത് എനിക്ക് മാത്രം സ്വന്തം. വല്ലാത്തൊരു സ്പൈസസിന്റെ സ്മെല്ലോ. ഇത് സ്പൈസസിന്റെ സ്മെല്ലാണെന്ന്. പിന്നെ പന്നി എടുത്തപ്പോൾ എന്ത് വേണം, പന്നിയുടെ സ്മെല്ല് വേണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. കറി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള സ്പൈസിന്റെ സ്മെല്ലല്ലേ വരുന്നേ? തൊഴുത്തി കിടക്കുന്ന പന്നിയുടെ മണം അതിനകത്ത് വരുമോ? നല്ല ചൂടുണ്ട്. കൂർഗില് കിട്ടുന്ന പോലെ പോർക്ക് അധിക സ്ഥലത്തൊന്നും കിട്ടില്ല. റിയലി ഗുഡ്. ആ സ്ത്രീ ഇടയ്ക്ക് തരുന്നുണ്ട്, പ്ലേറ്റ് തരുന്നുണ്ട്, വെള്ളക്കുപ്പി തരുന്നുണ്ട്. ഇപ്പൊ വരും ഫുഡ്, ചിക്കനും ബാക്കിയുള്ള ഗീ റൈസ്, ആക്കി റൊട്ടി എല്ലാം ഇപ്പൊ വരുന്നു പറഞ്ഞിട്ടുണ്ട്. നല്ല ചൂടാ.
സൂപ്പർ ഗുഡ്. സ്പൈസസ് ഉണ്ട്, നല്ലോണം സ്പൈസസ് ഉണ്ട്, നല്ല സ്പൈസ് മിക്സാണ്. ഭാഗ്യം എന്തായാലും അണ്ണന് പന്നി ഇഷ്ടപ്പെട്ടു. ഇനി ആ കോഴിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ എരിവില്ല, എരിവ് കുറച്ചേ ഉള്ളൂ, പുളിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൂര്യ, അവിടെ ദുബായില് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. അടിപൊളി ഫുഡാ, എരിവില്ല, പുളിയുണ്ട്. പിന്നെ എങ്ങനെയാടാ എരിവുള്ള പുളിയില്ലാത്ത ഫുഡ് എങ്ങനെയാടാ മോനെ നല്ല ഫുഡാവുന്നത്? ഒന്ന് പറഞ്ഞതാ. പക്ഷേ നീ തിരിച്ചു വരും. absolutely 100% pork in a fat, and it's നല്ല മസാല. നീ വന്നിരിക്കും. ദുബായിലും പോർക്കൊക്കെ കിട്ടും, പക്ഷെ ഇങ്ങനെ ഒരു പോർക്ക് പാടായിരിക്കും. നാടൻ ഫുഡ്. നീ എന്നോട് ഡിസ്ക്രൈബ് ചെയ്യാനുള്ള സാധനല്ലേ പോർക്കിന്റെ ഫാറ്റിന്റെ ഉള്ളിൽ നമ്മൾ ചവക്കുമ്പോ അത് പ്ലസ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സ്പൈസസ്. ഇന്നലെ വിരാജ്പേട്ടിൽ കഴിച്ച സാധനം ഇതിന്റെ മുമ്പില് നത്തിങ്. ഇതുവരെ എല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പൊ ഒരു 10 അതായത് അണ്ണൻ പന്നിയെ കുറിച്ച് നല്ല രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പന്നിക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ്, പക്ഷെ എരിവില്ല, പുളിയില്ലെന്ന്. അതെങ്ങനെയാണ് അദ്ദേഹത്തിന് ടേസ്റ്റ് ആയിട്ട് തോന്നിയെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ചിക്കനും ഒക്കെ വരുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ റിവ്യൂ എന്തായാലും അണ്ണ ഇവിടെ എടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു വെച്ചാൽ അതിനുശേഷം ഷട്ടർ അടച്ചിട്ട് അടിയായിരുന്നു. അതുകൊണ്ടായിരിക്കും വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ നമ്മൾ ഈ കാണുന്നത് 3 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത്. വയസ്സുള്ള മനുഷ്യൻ കയറി വരുന്നു, വിത്തിൻ 2-3 മിനിറ്റ്സ് ഞങ്ങളെ പിടിച്ച് പുറത്താക്കുന്നു. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. ഇനി അവർ രണ്ടുപേരും പോർക്ക് കഴിക്കാത്തത് കൊണ്ടാണോ അതോ വേറെ വല്ലതും ഞങ്ങൾ ചെയ്തുകൊണ്ടാണോ ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ കഴിച്ച പോർക്കിന്റെ കാശ് കൊടുക്കാൻ നോക്കിയപ്പോ അങ്ങേര് പറഞ്ഞു, എന്റെ കാലിൽ കിടക്കുന്ന ഷൂസിന്റെ ഒന്നും വില പോലും നിനക്കില്ലടാ, ഇറങ്ങിപ്പോടാ. അതൊക്കെ ഷൂസിനൊക്കെ വലിയ വിലയുള്ള കാലമാണ്, പക്ഷെ എന്തിനാ പുറത്താക്കി? അല്ലല്ല, ഷൂസിന് നല്ല വിലയെന്ന് പറയുമ്പോഴത്തേക്കിനെ നമുക്ക് ഇവിടെ 299 രൂപയ്ക്ക് ഷൂസൊക്കെ കിട്ടും കേട്ടോ. അതും ഷൂസാ ഇതും ഷൂസാ. അപ്പൊ പിന്നെ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ട. എന്തിനായിരിക്കും എന്നാലും അണ്ണനെ അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയത്? അണ്ണനെ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ചത് തന്നെ കയ്യിരിപ്പ്. അത് പിന്നെ പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. ഇനി ഏതെങ്കിലും ഹോട്ടലിൽ ചെല്ലുമ്പോഴത്തേനും അവർ അപ്പോഴേ ഫ്രണ്ടിൽ കയറി നിൽക്കും, ഇറങ്ങണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരു അവസ്ഥയിലേക്ക് എനിക്കൊന്ന് കേരളത്തിലുള്ള ഹോട്ടലുകളിൽ കയറാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് കൂറുക വരെ ചെലെത്തേണ്ടി വന്നത്. അവിടെ എന്താ നടന്നത്? നമ്മൾ മര്യാദക്ക് ഫുഡ് ഓർഡർ ചെയ്തു, കുറെ നേരം വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഓക്കെ സംബഡി റഷ്ഡ് ഇൻ ടു, എന്നിട്ട് നിങ്ങൾ എന്താ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു. ലൈക്ക് ഒരു എന്താ പറയുന്നത്, ഒരാള് ഇടിക്കാൻ വരുന്ന പോലെ ഓടി വന്നിട്ട് എന്താ ഓർഡർ ചെയ്തത്? ചിക്കൻ കറി. ചിക്കൻ കറി ഉണ്ട്, അക്കി റൊട്ടി ഉണ്ട്, പിന്നെ എന്തെങ്കിലും ഉണ്ടോ? പക്ഷെ പോർക്കിന്റെ കാശ് മുമ്പിൽ വാങ്ങിച്ചില്ല, മുമ്പിൽ അഭിമാനിയാണ്. പൈസ വാങ്ങിയില്ല, നല്ല തെറിയും പറഞ്ഞു. അത് കാര്യമായി. എന്തായാലും ആ പോർക്കിന്റെ പൈസ അവർ മേടിക്കാതിരുന്നു. അവർ ചിലപ്പോൾ നിങ്ങൾക്ക് ദാനം എന്നൊരു സാധനമായിരിക്കും. ക്ലിയർ ആയിട്ട് നമുക്കറിയാം, കാരണം നിങ്ങളുടെ സ്വഭാവം എന്തുവാണെന്ന് കേരളത്തിലുള്ള ഒരുവിധം ആൾക്കാർക്കെല്ലാം അറിയാം. ഒരു ഹോട്ടലിൽ ചെന്ന് കഴിച്ചിട്ട് ആ ഹോട്ടലിനെ കുറ്റം പറയുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ഫാക്ടർ. നിങ്ങൾ ഷവർമ 60 രൂപയുടെ ഷവർമ വാരി കാണിച്ചിട്ട് വാവ് 60 രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും, അടിപൊളി സൂപ്പർ മാങ്ങാ തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു 100 രൂപയെ താഴെ ഷവർമ കൊടുക്കാനായിട്ട് കഴിയുന്നത്? അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതിന് ഇത്ര രൂപയില്ലേ, അതിന് മാങ്ങാ തൊലിയില്ലേ എന്ന് ചോദ്യം ചോദിച്ചതാണ് നിങ്ങൾ ലൈവിനകത്ത് വന്നിട്ട് അത് വില പറഞ്ഞതിന് ശേഷം വിത്തൗട്ട് ചായക്ക് നിങ്ങൾ പഞ്ചസാരയുടെ വില കുറയ്ക്കുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഉത്തരം മുട്ടിപ്പോയി വായി പിരിവെട്ടിയിരുന്നിട്ട് അത് നമുക്കതിനകത്ത് എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ഓടിപ്പോയൊരു വ്യക്തിയാണ് ഈ മൃണാൾ എന്ന് പറയുന്ന ആൾ. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത് എന്തുവാണെന്നുള്ളത് കയ്യിരിപ്പ്. അത് കണ്ട എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയുടെ താഴോട്ട് ചെന്ന് കഴിഞ്ഞ് ആ കമന്റ് ബോക്സും നമ്മളെ അത് തന്നെയാണ് അർത്ഥവത്താക്കുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഈ വ്ളോഗിനകത്ത് ഇദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നേനും കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ചവിട്ടി പുറത്താക്കുന്നത് കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഫുഡിനെ കുറ്റം പറഞ്ഞ കാര്യം ഇനി ജനങ്ങൾക്കിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് കൂടുതൽ കുറ്റങ്ങൾ വരുമെന്നും ഇയാളുടെ ഹോട്ടലിന് എന്തെങ്കിലും എഫക്റ്റ് സംഭവിക്കുമെന്നുള്ളൊരു ചെറിയൊരു ബോധം എവിടെയോ വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ സംഭവം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ച് അങ്ങ് വിട്ടത്. അപ്പം